നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെഗസസ് ഫോൺ ചോർത്തലിൽ അനുദിനം പുതിയ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്രയുടേതടക്കം ഫോണുകൾ ചോർത്തിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ഇത്രയൊക്കെ ആയിട്ടും വിഷയത്തിൽ ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരും പാർലമെന്റിലെ ഇരുസഭകളുടെയും അധ്യക്ഷന്മാരും തയ്യാറായിട്ടില്ല. വിഷയം ചർച്ചയ്ക്കെടുക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. മൂന്നാഴ്ചയായി പെഗസസ് ഫോൺ ചോർത്തലിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളാണ് ഫോൺ ചോർത്തലിനെ കുറിച്ച് പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാക്കളും മാധ്യമപ്രവർത്തകരും IAS, IPS ഉദ്യോഗസ്ഥർക്കും പുറമെ സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ചോർത്തലിന് ഇരയായെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺ മിശ്രയുടേതും നിരവധി സുപ്രീം കോടതി അഭിഭാഷകരുടെയും ഫോൺ നമ്പറുകൾ പെഗസസിന്റെ പട്ടികയിൽ കണ്ടെത്തി. പെഗസസിൽ കണ്ടെത്തിയ ഫോൺ നമ്പർ ഏറെ നാളായി ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇതേക്കുറിച്ച് ജസ്റ്റിസ് അരുൺ മിശ്ര പ്രതികരിച്ചത്. കൂടുതൽ മാധ്യമപ്രവർത്തകർ ഫോൺ ചോർത്തലിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും ഇതിനിടെയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ വിഷയം ഗൗരവമുള്ളതാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്നാൽ പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്നായിരുന്നു കോടതി കൈക്കൊണ്ട നിലപാട്. വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാരിന് വേണ്ടി ആരും ഹാജരായില്ല എന്നതായിരുന്നു ആ ദിവസത്തെ കോടതി നടപടികളിലെ പ്രത്യേകത. ഇതേ അവഗണനാ നയമാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിനകത്തും പുറത്തും കൈക്കൊണ്ടത്. All these members who are in the well of the house with the play cards, all of them are named under Rule 255. I direct these members who are in the well of the house to go back to their seats. Otherwise, you are named and you are suspended for the day. This is the decision of the chair. Please go to the chair and go back. आज हम चर्चा करने को तैयार हैं। पेगासस का स्टेटमेंट हुआ तो मंत्री के सामने उसको फाड़ के फेंक दिया गया, उनके स्टेटमेंट को आपने देखा होगा। हैज एनी रिस्पॉन्सिबल क्वार्टर गिवन एनी प्राइमा फेशियाई एविडेंस दैट दीज फोन नंबर्स हैव बीन टैप्ड? नो. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചെങ്കിലും ഫലമുണ്ടായില്ല. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന ഉറച്ച നിലപാടാണ് ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ കൈക്കൊണ്ടത്. വിഷയത്തെ ഒറ്റക്കെട്ടായി നേരിടാനാണ് പ്രതിപക്ഷ തീരുമാനം. ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിലേറെ തവണ യോഗം ചേർന്ന് പെഗസസ് ഫോൺ ചോർത്തലിലും കർഷക സമരത്തിലും ഒറ്റക്കെട്ടായി നിന്ന കേന്ദ്ര സർക്കാരിനെ നേരിടാനാണ് തീരുമാനമെടുത്തത്. मेरे फोन के अंदर नहीं, हिंदुस्तान के हर युवा के फोन के अंदर नरेंद्र मोदी ने पेगासस का आइडिया डाला है कि अगर आपने सच्चाई बोली तो नरेंद्र मोदी आपके फोन के अंदर है, पेगासस आपके फोन के अंदर है। और हिंदुस्तान के युवा को समझना होगा कि जैसे आपकी आवाज दबाई जाती है, जैसे किसानों की आवाज दबाई जाती है, जैसे रोजगार के बारे में आपकी आवाज दबाई जाती है, पेगासस आवाज दबाने का तरीका है। പ്രതിഷേധം ഫോൺ ചോർത്തലിൽ അവസാനിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കർഷക പ്രതിഷേധത്തിനുള്ള പിന്തുണ തുടരുന്നതിനോടൊപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനയും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ധർണയും പ്രതിഷേധ യോഗങ്ങളും നടത്തി.
NCP അധ്യക്ഷൻ ശരത് പവാർ പ്രശാന്ത് കിഷോറുമായി നടത്തിയ ചർച്ചകൾ ഫലം കാണുകയാണ്. പ്രശാന്ത് കിഷോറിനൊപ്പം നിൽക്കാൻ കോൺഗ്രസും തയ്യാറാകുന്ന സൂചനകളാണ് രാഹുൽ ഗാന്ധി അടക്കം പരസ്യ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ വെളിവാകുന്നത്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിക്കാൻ ദീർഘനാളിന് ശേഷം കോൺഗ്രസ് മുൻകൈയെടുക്കുന്നതും ഈ സൂചന നൽകുന്നു. ഈ ഐക്യം എത്രനാൾ നീളുമെന്നതിൽ മാത്രമാണ് ആശങ്ക. ഉത്തർപ്രദേശിൽ BJP നേരിടാൻ ചെറു പാർട്ടികളുമായി സഖ്യത്തിന് സമാജ്വാദി തയ്യാറെടുക്കുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികളുമായി പാലിക്കുന്ന അകലം സഖ്യത്തിലെ വിള്ളലുകളാണ് കാട്ടുന്നത്. രാജ്യതലസ്ഥാനത്തെ നടുക്കി വീണ്ടും പെൺകുട്ടിയുടെ കൊലപാതകം. 9 വയസ്സുകാരി കൊല്ലപ്പെടുന്നത് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായ ശേഷം. പോസ്റ്റ്മോർട്ടത്തിന് പോലും അനുവദിക്കാതെ മൃതദേഹം സംസ്കരിച്ച് പ്രതികൾ. ണ്ടായില്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. 9 വയസ്സുകാരിയുടെ മരണത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. പെൺകുട്ടിയെ ശ്മശാനത്തിലെ പുരോഹിതനും കൂട്ടരും ചേർന്ന് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവം അറിയാതിരുന്ന കുടുംബത്തെ കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. തിടുക്കത്തിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ജനങ്ങളെത്തി പൂട്ടിയിട്ട ശ്മശാനത്തിലേക്ക് തള്ളിക്കയറി ചിതയുടെ തീ കെടുത്തുകയായിരുന്നു. ഇതിനിടെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പ്രതിഷേധം ശക്തമായതോടെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലും. मैं तो सरकार से पूछता हूँ, भाजपा के नेताओं से पूछता हूँ, आखिर ये नौबत क्यों आती कि हमें सड़कों पर उतरना पड़ता है? क्यों समाज सेवी हमारे देश के या दिल्ली के लोग, समाज सेवी लोग या पॉलिटिकल लोग राहुल जी क्यों सड़क पे आते, प्रियंका जी क्यों आती हैं? तभी आती है ना जब सरकार गूंगी बहरी हो जाए। आज देश में कोई सुन नहीं रहा। मैं आंकड़ों के साथ, दावे के साथ कहना चाहता हूँ कि दिल्ली आराम गाह बन गई है बलात्कारियों की ठिकाने की। 2014 से लेकर 2021 आज तक दिल्ली के मुख्यमंत्री एक शब्द नहीं बोलते हैं। देश के प्रधानमंत्री नारों में बच्चों को बचाते हैं। 15,000 से ज्यादा मुकदमे केवल और केवल बलात्कार के रजिस्टर्ड हुए दिल्ली में। क्यों आखिर दिल्ली के मुख्यमंत्री जुबान नहीं खोलते? പോലീസ് നടപടിയിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം പ്രതിപക്ഷവും പങ്കുചേരുകയായിരുന്നു. മെഴുകുതിരി കത്തിച്ചും തെരുവിൽ ഇരുന്നും നീതി ആവശ്യപ്പെട്ടുള്ള ധർണ തുടർന്നപ്പോൾ വിഷയം രാജ്യസഭയെ വരെ ബഹളമയമാക്കി. दलित लड़की है, मेरी 267 है। आई मूव द मोशन, पर इसके साथ साथ जो 267 है मेरा 9 साल की दिल्ली की लड़की, दलित लड़की है साहब, उसे रेप करके मार के जलाया गया है। उसका भी न्याय होना जरूरी है। Is on the bankruptcy bill, insolvency and I'm moving the resolution. You have moved the resolution. Now the resolution moved, Minister. രാഹുൽ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ പെൺകുട്ടിയുടെ കുടുംബത്തെ കണ്ട് പിന്തുണ അറിയിച്ചു. और परिवार सिर्फ न्याय मांग रहे हैं और कुछ नहीं मांग रहे हैं, न्याय मांग रहे हैं और कह रहे हैं कि उन्हें न्याय नहीं मिल रहा है और उनकी पूरी मदद होनी चाहिए और वो हम करेंगे। मैंने ये कहा है कि मैं उनके साथ खड़ा हूं, जब तक उनको न्याय नहीं मिलेगा तब तक राहुल गांधी उनके साथ खड़ा है और 1 इंच पीछे नहीं हटने वाला। किसकी जिम्मेदारी मानते हैं सर इस घटना को लेकर? राजधानी की ये घटना है, किसकी जिम्मेदारी आप मानते हैं जिस तरीके से छोटी बच्ची के साथ बर्बरता हुई है? देखिए, मैं सिर्फ ये जानता हूं कि मेरा काम उनकी मदद करने का। കേസിൽ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്ത്രീ ശാക്തീകരണവും സംരക്ഷണവും വാദോരാതെ പ്രസംഗിക്കുമ്പോഴും യാഥാർത്ഥ്യം ഇന്നും അകലെയാണ്. രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, എല്ലായിടങ്ങളിലും സ്ത്രീകൾ പീഡനങ്ങൾക്കും ചൂഷണത്തിനും ഇരയാവുകയാണ്. രണ്ടാഴ്ചയോളം നീണ്ട അതിർത്തി തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമം. അസം മുഖ്യമന്ത്രിക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിച്ച് മിസോറാം. പ്രതീക്ഷ നൽകി ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മന്ത്രിതല ചർച്ച.
ഒരിടവേളയ്ക്ക് ശേഷമാണ് അസം വീണ്ടും സംഘർഷമേഖലയായത്. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമോ അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റമോ ഒന്നുമായിരുന്നില്ല വിഷയം. മറിച്ച് മിസോറാമുമായുള്ള അതിർത്തി തർക്കമായിരുന്നു. 150ഓളം വർഷം പഴക്കമുള്ള തർക്കം വീണ്ടും തലപൊക്കിയതാണ് പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം. ഒടുവിൽ അസമിൽ നിന്നുള്ള 6 പോലീസുകാരുടെ മരണത്തിൽ വരെ കാര്യങ്ങളെത്തി. മിസോറാം സർക്കാരിന്റെ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണത്തിന് കാരണമായത്. ഇതോടെ അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഗതാഗതമടക്കം നിർത്തിവെക്കുന്ന സ്ഥിതിയുണ്ടായി. എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥയിലായിരുന്നു അസം മിസോറാം അതിർത്തി. പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല. തർക്കങ്ങൾക്കൊപ്പം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മയ്ക്കെതിരെ മിസോറാം സർക്കാർ കേസെടുത്തു. ഇതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. അസം ഭരിക്കുന്നത് BJP, മിസോറാമിൽ ഭരണം BJP പിന്തുണയോടെ. ഇതോടെ ശരിക്കും വെട്ടിലായത് BJP ആണ്. പ്രശ്നങ്ങൾ രമ്യമായി ഇരു സംസ്ഥാനങ്ങൾക്കും അതൃപ്തിയില്ലാത്ത രീതിയിൽ പരിഹരിക്കാനായില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP നേരിടേണ്ടി വരിക. ഇതോടെ പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ളവരും പ്രശ്നത്തിലിടപെട്ടു. പ്രശ്നപരിഹാരത്തിന് സമവായങ്ങൾ തേടിയുള്ള ചർച്ചയും നടത്തി. അവസാനം മിസോറാം സർക്കാർ അയഞ്ഞു. അസം മുഖ്യമന്ത്രിക്കെതിരെ ചുമത്തിയ കേസ് പിൻവലിക്കാൻ തയ്യാറായി. കേസെടുത്തതൊന്നും അസം മുഖ്യമന്ത്രിയെ ബാധിച്ചില്ല. എന്ത് സംഭവിച്ചാലും അസം जनता നിൽക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. आवाजाही का कोई रुक नहीं लगा है. खाली मिजोरम में बहुत ज्यादा सिविलियन का हाथ में जो आर्म्स है, इसलिए हम लोगों को यही एडवाइस किया है कि आप लोग जाने का पहले सोच के जाइए. इसलिए वहाँ का स्थिति बहुत जो हमने देखा कि सिविलियन का हाथ में भी आर्म्स है, स्नाइपर राइफल्स है, इसलिए जब तक मिजोरम सरकार वो आर्म्स को जब्त नहीं करता है तब तक हम लोगों को खाली परामर्श दिया हो, रोक नहीं लगाया. ഈ തർക്കത്തിൽ അസമിന് വൻ പിന്തുണയാണ് പ്രതിപക്ഷത്തു നിന്നടക്കം ലഭിച്ചത്. ഏതായാലും കേസ് പിൻവലിക്കാൻ തയ്യാറായതിനെ നല്ല മനസ്സോടെയാണ് ഹിമന്ത സർക്കാർ സ്വീകരിച്ചത്. സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ മുൻകൈയെടുക്കുകയും ചെയ്തു. അസം മന്ത്രിമാരായ അതുൽ ബോറയും അശോക് സിംഗാളും മിസോറാമിലെത്തി. മിസോറാം ആഭ്യന്തരമന്ത്രി ലാൽ ചാംലിയാന, ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് മന്ത്രി ലാൽ റുത്കിമ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വൻലം ഗൈസെഹ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവരുമായി ചർച്ച നടത്തി. മിസോറാം മുഖ്യമന്ത്രി സോറാംതാങ്കിയുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം പുലർത്തുന്നതിനാലാണ് അതുൽ ബോറയെ അസം ചർച്ചയ്ക്ക് നിയോഗിച്ചതെന്നതും എടുത്തു പറയണം. तुम्हारे भूले नहीं भूलबो ना, कोई तुम्हारे भूले नहीं भूलबो ना. शर्म दंगा शर्म करो, दंगा होश में आओ, होश में आओ, होश में आओ. ഇതിനിടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ശേഖരിച്ച് അതിർത്തി തർക്കം പരിഹരിക്കുകയാണ് ലക്ഷ്യം. 1875ലെയും 1933ലെയും അതിർത്തി പുനർനിർണയത്തിലെ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അസമിലെ ബരാക് താഴ്വരയാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അതിർത്തി. മിസോറാം ഒരു കാലത്ത് അസമിലെ ജില്ലയായിരുന്നു. ലുഷായ് ഹിൽസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. 1875-ൽ മിസോ നേതാക്കളുമായി ചർച്ച ചെയ്ത് ലുഷായ് ഹിൽസ് അസമിൽ നിന്ന് മുറിച്ചു മാറ്റി. 1933-ൽ ലുഷായ് ഹിൽസും മണിപ്പൂരും തമ്മിൽ ഒരു അതിർത്തി രേഖപ്പെടുത്തി. കാച്ചർ ജില്ലയും ലുഷായ് ഹിൽസും മണിപ്പൂരും ചേരുന്ന ത്രികോണ അതിർത്തിയായി ഇത് മാറി. എന്നാൽ ഈ പുനർനിർണയത്തിൽ തങ്ങളുമായി ചർച്ച നടത്തിയില്ലെന്നാരോപിച്ച മിസോകൾ ഇതുവരെ ഈ വിഭജനം അംഗീകരിച്ചിട്ടില്ല. 1980-ൽ മിസോറാം സമ്പൂർണ്ണ സംസ്ഥാനമായതോടെ ആർക്കും അധികാരമില്ലാത്ത പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സംഘർഷത്തോടെ അതിർത്തിയിലെ തർക്കങ്ങൾക്ക് ഒടുവിൽ പരിഹാരം തെളിയുകയാണ്.
വിജയനഗരം എന്ന സമ്പദ് സമൃദ്ധമായ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. ആ സമൃദ്ധിയുടെ ശേഷിപ്പുകൾ മാത്രമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. പക്ഷേ ആ ശേഷിപ്പുകൾ പോലും ശിലയിലെഴുതിയ മഹാകാവ്യങ്ങളാണ്. പ്രശസ്തമായ വിജയനഗര സാമ്രാജ്യം, അതിന്റെ എല്ലാ മോടിയും ഗാംഭീര്യവും നിറഞ്ഞു നിന്ന നഗരമായിരുന്നു ഹംപി. ശിലകളിൽ ശില്പികൾ കൊത്തിയിട്ട കാവ്യങ്ങളായിരുന്നു ഓരോ നിർമ്മിതികളും, അതിന്റെ ശേഷിപ്പുകളുമെല്ലാം. ചരിത്ര പാഠങ്ങളിൽ പറഞ്ഞു കേട്ടതിനും അപ്പുറം കലയുടെ മഹനീയമായ ഉദാഹരണങ്ങളാണ് ഇവിടെ ഓരോ തരിയിലും കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് നഗരത്തിന്റെ പ്രൗഢി പേറി നിന്ന ഹംപി ഇന്ന് ഗ്രാമീണതയുടെ സുഖശീതളിമയിലാണ്. കന്നുകാലികൾക്ക് കയറി നിൽക്കാനുള്ള തണലിടങ്ങളായി മഹാക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുടെ ശേഷിപ്പുകളുമൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞു. തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള നഗരമായതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പാക്ഷേത്ര എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് ലോപിച്ചാണ് ഹംപിയായി മാറിയത്. ഹംപി കോട്ടയൊക്കെയുള്ള ഒരു നഗരമായിരുന്നു. കോട്ടമതിലുകളിലെ കല്ലുകളെ പൂളുകൾ ഉപയോഗിച്ചാണ് ബന്ധിച്ചിരുന്നത്. പരന്ന മേൽക്കൂരകളായിരുന്നു ഹംപിയിലെ നിർമ്മാണത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. നിരവധി കമാനങ്ങളും താഴികക്കുടങ്ങളും തൂണുകളും മണ്ഡപങ്ങളുടെയും ഒക്കെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. 4100 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹംപിയുടെ ശേഷിപ്പുകൾ. 1600ഓളം നിർമ്മിതികൾ മാത്രമാണ് ഇന്നിവിടെ ശേഷിക്കുന്നതെന്നാണ് കണക്ക്. ഹംപിയിലെ പ്രധാന ആകർഷണം വിരൂപാക്ഷ ക്ഷേത്രമാണ്. തുംഗഭദ്ര നദിക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമേറിയ നിർമ്മിതികളിലൊന്ന്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവവിഗ്രഹം 7ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്തും ഇതിൽ നിർമ്മാണം നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഹംപിയിലെ ഏറ്റവും ഉയരമേറിയ ക്ഷേത്രവും ഇതുതന്നെയാണ്. ത്രികോണാകൃതിയിലാണ് ക്ഷേത്രത്തിന്റെ പ്രധാന രൂപം. നിർമ്മാണത്തിനായി ഫ്രാക്ടൽസിന്റെ ഉപയോഗവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിരൂപാക്ഷ ക്ഷേത്രത്തിന് സമീപം ചെറിയ നിരവധി ക്ഷേത്രങ്ങളുടെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കും. ഹംപിയിലെ പ്രധാന വ്യാപാര കേന്ദ്രവും ഇതിനോട് ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഹംപിയിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് കൃഷ്ണക്ഷേത്രം അല്ലെങ്കിൽ ബാലകൃഷ്ണ ക്ഷേത്രം. ഹേമകുട കുന്നിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാലകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമാണ് പടിക്കെട്ടുകളുള്ള കിണർ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് തെക്കുവശത്തായി ഒരു ശിവലിംഗവും യോഗനിദ്രയിലിരിക്കുന്ന നരസിംഹാവതാരത്തിന്റെ ഒറ്റക്കൽ പ്രതിമയും കാണാൻ സാധിക്കും. ഹംപിയിലെ മറ്റൊരു പ്രധാന ക്ഷേത്ര ശേഷിപ്പാണ് അച്യുതരായ ക്ഷേത്രം. വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് തിരുവെങ്കലനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അച്യുതരായ അമ്പലം നിലകൊള്ളുന്നത്. പ്രധാന പ്രതിഷ്ഠയായ വിഷ്ണുവിന് പുറമെ ശിവൻ, സൂര്യൻ, ദുർഗാദേവി എന്നിവരുടെ രൂപങ്ങൾ ഇവിടുത്തെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വിരൂപാക്ഷ ക്ഷേത്രത്തിന് പുറമെയുള്ള മറ്റൊരു ക്ഷേത്ര സമൂഹമാണ് വിത്തല ക്ഷേത്രം. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്ര സമൂഹം വ്യാപിച്ചു കിടക്കുന്നത്. ഏറ്റവും സങ്കീർണമായ കൊത്തുപണികൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. കൃഷ്ണന്റെ മറ്റൊരു രൂപമായ വിത്തലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗരുഡന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഈ സമൂഹത്തിനുള്ളിൽ കാണാം. കൊത്തുപണികളിൽ സമ്പന്നം ഹസാരെ രാമ ക്ഷേത്രമാണ്. കൊട്ടാരവളപ്പിൽ റാണി മന്ദിരത്തിന് സമീപത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ ക്ഷേത്രഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഭാഗവത കഥകളും ഇവിടുത്തെ കൊത്തുപണികളിൽ ദൃശ്യമാകും. 15ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഹംപിയിലെ മറ്റൊരു ആകർഷണമാണ് ലോട്ടസ് മഹൽ. താമര ഇതളുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളതിനാലാണ് ആ പേര് വന്നത്. സെനാന കോട്ടയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം, ചുണ്ണാമ്പ്, കോഴിമുട്ട, മണ്ണ് എന്നിവയുടെ മിശ്രിതമാണ് ഇതിന്റെ ഭിത്തികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്.
ഹേമകൂട മലനിരകളിലും ഹംപി നഗരത്തിന്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കും. പട്ടാഭിരാമ ക്ഷേത്ര സമൂഹം, കോദണ്ഡരാമക്ഷേത്രം തുടങ്ങിയ ചരിത്രശേഷിപ്പുകളും ഇതേ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വിശാലവുമായ നഗരങ്ങളിൽ രണ്ടാമതായിരുന്നു ഹംപി. ഇതുതന്നെയാകണം ഹംപിയെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിക്കൊടുത്തത്. കൃഷിയിലെ വനിതാ വിപ്ലവം. ആന്ധ്രയിലെ തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് 27 ഏക്കറിൽ കൃഷി ഇറക്കിയിരിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. ആന്ധ്രയിലെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് വിശാഖപട്ടണത്തെ അരക്കു താഴ്വര. വെള്ളത്തിന്റെ അപര്യാപ്തത മേഖലയെ വരണ്ട ഭൂപ്രദേശമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇതോടെ കൃഷിയും ഇവിടെ നിന്നകന്നു. ഈ അവസരത്തിലാണ് സർക്കാർ സ്കൂൾ അധ്യാപികയായ പുലാമതി 27 ഏക്കറിൽ ഒറ്റയ്ക്ക് കൃഷി തുടങ്ങിയത്. നെല്ലും ഗോതമ്പും ഇഞ്ചിയും മാങ്ങയുമൊക്കെ ഇവിടെ കൃഷി ചെയ്തു തുടങ്ങി. മഞ്ജിവത്സ എന്ന ഗോത്രഗ്രാമത്തിലെ ഏകാധ്യാപക വിദ്യാലയത്തിലാണ് പുലാമതി പഠിപ്പിക്കുന്നത്. 15 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. ഇവരുടെ സയൻസ് ക്ലാസുകൾ നടക്കുന്നത് പുലാമതിയുടെ ഈ കൃഷിയിടത്തിലാണ്. കുട്ടികളെ കൂടി കൃഷിയുടെ മേന്മ പകർന്നു നൽകി ശാസ്ത്രവിജ്ഞാനം പകരുകയാണ് ഇവിടെ. చదువుకుంటాం ఇలాగ సెలవుల్లోనే ఇలా పొలం పనులు వాళ్ళు చేస్తుంటాం. అమ్మ నాన్న తోడు చేస్తుంటాం. ఆ అలవాటు అలాగే మళ్ళీ పెళ్ళైన తర్వాత కూడా అత్త మామ ఇంట్లో చేస్తుంటాం. మెయిన్గా అంటే మనకి వరి, చోళ్ళు ఇవైతే మా పంటలు, శనక్కాయలు, అల్లం, చిక్కుడుకాయలు అంటే కూరగాయలన్నీ పండిస్తారు. അധ്യാപനത്തിന് ശേഷം കിട്ടുന്ന ഇടവേളകളിലാണ് കൃഷി. വെറും കൃഷിയല്ല നടത്തുന്നത്, തീർത്തും ജൈവ രീതിയിലാണ് ഉൽപാദനം. സഹായത്തിന് ഭർത്താവും കുടുംബവും ഒക്കെയുണ്ട്. കൃഷിയിടത്തിൽ സഹായിക്കാൻ സ്ത്രീകളെയാണ് പുലാമതി കണ്ടെത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളെയും സ്വയം പര്യാപ്തരാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ പുലാമതി നടത്തുന്നത്. പുലാമതി ഇന്ന് ഗ്രാമത്തിനാകെ മാതൃകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും. ന്യൂസ് 18 ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.